കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരവും ഒക്കെ കഴിഞ്ഞു. നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഇന്നിപ്പോൾ ഏത് രൂപത്തിലാണ് ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്നത് നോക്കാൻ പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കാം. അത് കഴിഞ്ഞ് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് പ്രാർത്ഥിച്ച് സർവ്വവിഘ്നങ്ങളും അകറ്റാനായിട്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം ഗോപുരവാതിൽ കിടന്ന് അകത്തേക്ക് ഇങ്ങനെ വരാം. അപ്പോൾ ആ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലൊക്കെ കാണാം. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേശവൻ്റെ 2 കൊമ്പുകൾ സ്വർണം കെട്ടിയത്, അതിന് നടുക്കുള്ള മഹാലക്ഷ്മി ദേവി, അതൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കൊക്കെ കാണാം. അതേപോലെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണും നോക്കി തൊഴുത് ഇങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായ കാഴ്ച, നിറയെ വിഗ്രഹം നിറച്ചിട്ടുണ്ട് ഇന്നത്തെ കാഴ്ച കേട്ടോ. അങ്ങനെ കാൽപാദം കാണാണ്ട് കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു ചെറിയ പാവുകൊണ്ട് ഇങ്ങനെ ഉടുപ്പിച്ചിട്ടുണ്ട്. പട്ടുമുണ്ട്, മഞ്ഞപ്പട്ട്. പിന്നെ അരയിൽ അരമണി കിങ്ങിണിയും ഒക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ അരയിലൊരു കയറ് കാണാണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആ കയറിൻ്റെ അറ്റത്തേക്ക് നോക്കിയാൽ ചന്ദനം കൊണ്ടൊരു ഉരൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ദാമോദരനായിട്ടാട്ടോ. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ കഴുത്തിലൊരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു മുല്ലമുട്ട് മാല, അങ്ങനെ 3 മാലകളുണ്ട്. പിന്നെ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. പുഞ്ചിരിച്ച ആ മുഖത്തോട് കൂടിയിട്ട് തന്നെ കേട്ടോ. എന്താ പറയുക, നെറ്റിയിലും തിരുനെറ്റിയിലും ഉണ്ട് ഒരു ഗോപീതിലകം. അങ്ങനെ വലിയ ആ വലത്തെ കയ്യിൽ വെണ്ണുരുള കാണാനുണ്ട്. 2 കൈവളകളും തോൾവളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഇങ്ങനെ വെണ്ണുരുള കിട്ടിയിട്ടുണ്ട്. ഇടത്തെ കൈ ഇങ്ങനെ അരയിലിങ്ങനെ കുത്തിയിട്ടുണ്ട് വെറുതെ. അപ്പം അങ്ങനെയാണ് കാണാനുള്ളത്. വളരെ ആ എന്താ പറയുക, ഉറിയല്ല, ഉരലിൻ്റെ കയറിങ്ങനെ അവിടെ ഞാന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രൂപമാണ്, ദാമോദര സ്വരൂപത്തിലാണ് ഭഗവാൻ ഇന്ന് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് കാത്തു നിൽക്കുന്നത്. അങ്ങനെ മുകളിൽ പീലിത്തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. തിരുമുടിമാല 3 എണ്ണം ഉണ്ട്. അതെങ്ങനെ വെച്ചാൽ വെളുത്ത പൂവും തെച്ചിയും ആയിട്ടുള്ളതെന്ന്, പിന്നെ വെളുത്ത പൂവ് തെച്ചി തുളസിയായിട്ട്, പിന്നെ വെറും തെച്ചി മാത്രമായിട്ട്. അതേപോലെ വലിയൊരു ഉണ്ടമാല, ഒറ്റ ഉണ്ടമാലയേ ഉള്ളൂ. അതും എന്താ വെച്ചാൽ വെളുത്ത പൂവ് തുളസി തെച്ചിയായിട്ട് ഇങ്ങനെ ഉള്ള വലിയൊരു ഉണ്ടമാല, നല്ല തിക്കായിട്ട് ചാർത്തിയത്. പിന്നെ ആ ചെവിപ്പൂക്കൾ കാണാണ്ട് നല്ല രസമായിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി. കാരണം ഇനിയിപ്പോൾ എന്താ പുഞ്ചിരിക്കാനുള്ളത്, കയ്യിൽ വെണ്ണ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടാണ് അമ്മ അത് കൊടുത്തിട്ടുണ്ട്. ഉരുളുമ്മ കെട്ടിയിട്ട് വെച്ചാലും കയ്യിൽ വെണ്ണുരുള കൊടുത്തപ്പോൾ സന്തോഷമായി. ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല എന്നാ. അപ്പോൾ ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നമ്മളിപ്പോൾ സോപാനപ്പടിയിൽ നിൽക്കുകയാണ്. എന്നിട്ട് തൊഴുകയാണെന്നിങ്ങനെ എല്ലാ ഭക്തരും ആ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലേക്ക് നോക്കിയിട്ട്, ശ്രീകോവിലേക്ക് നോക്കിയിട്ട് നമ്മൾ തൊഴുകയാണെന്നിങ്ങനെ വിചാരിക്കുക. അപ്പോൾ കാണുന്ന ആ ദാമോദരൻ്റെ ആ സ്വരൂപമാണ് നമുക്ക് കാണുന്നത്. എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും തിടപ്പള്ളിയും അതേപോലെ ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത്, സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ ഗണേശൻ്റെ അടുത്തേക്ക് വരാം. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ കുറച്ചൊക്കെ തിരക്കുണ്ട്. അങ്ങനെ അവിടെ വന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് മുഖമൊക്കെ ഇങ്ങനെ ചന്ദനം ചാർത്തായിട്ടുണ്ട്, കളഭം കൊണ്ട് ചാർത്തായിട്ടുണ്ട്. കിരീടം വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ മാലകൾ ചാർത്തിയിട്ടുണ്ട് ഗണേശൻ. പിന്നെ ധാരാളം പൂക്കളുണ്ട്. കൊമ്പ്, തുമ്പിക്കൈയൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഗണേശനെ പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ കാണുക, പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞാൽ മായാദേവീനെയും അതേപോലെ ചെറിയ ഗണേശനൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അത് കഴിഞ്ഞ് മേൽശാന്തിൽ അവിടെ നിന്ന് അർച്ചനപ്രസാദമൊക്കെ വാങ്ങിയിട്ട് ആ വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെ കാണാം. അങ്ങനെ അതും കണ്ട് അതിൻ്റെ അപ്പുറത്തുള്ള ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് നേരെ വന്ന്
ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹത്തെ കാണാം. അതൊക്കെ കണ്ടു തൊഴുത് അതേപോലെ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമനെയൊക്കെ കണ്ടു തൊഴുത് കൃഷ്ണനെയൊക്കെ കാണാം. കൃഷ്ണൻ്റെ അവിടെ 2 തുളസിമാല ചാർത്തിയിട്ടുണ്ട്. മുരുകൻ്റെ അവിടെ മാലകളൊന്നുമില്ല. അതേപോലെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോഴൊന്നും മാലയൊന്നുമില്ല കേട്ടോ, കുറച്ച് കുങ്കുമം മാത്രമുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് താമരക്കണ്ണനെ, കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴുത് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കാണാം. കൊടിമരം ആ വെയിലത്ത് ഇങ്ങനെ നല്ല പ്രകാശമായിട്ട് ഇങ്ങനെ കാണാം. പിന്നെ നിർത്താറിയും മണിക്കിണറൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഇങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് ചന്ദന തീർത്തും കൊടുക്കുന്ന പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ വന്നിട്ട് അതൊക്കെ വാങ്ങാം. പിന്നീട് എടത്തരികത്തുകാവിൽ ഭഗവതിയെ കാണാനായിട്ട് ഇങ്ങനെ പോരാം. ഭഗവതിയുടെ അവിടെയൊക്കെ കുറച്ച് തിരക്കുണ്ട്, എന്നാലും അതിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അമ്മ ഗോളക രൂപത്തിലാണ് ആ പകുതിയിലധികം. ബാക്കി നല്ല ചുവന്ന പട്ടുടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ താമരപ്പൂക്കളും തെച്ചിപ്പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ അർച്ചനപ്പൂക്കൾ ധാരാളമുണ്ട്. വലിയ തെച്ചിമാല കാണാണ്ട് താമരമാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അപ്പം അമ്മേനെ പ്രാർത്ഥിക്കുക കേട്ടോ. ഇന്നിപ്പോൾ കാർത്തിക അല്ലേ, തൃക്കാർത്തിക അല്ലേ. അപ്പം അമ്മ കുറച്ചും കൂടി കഴിയുമ്പോഴേക്ക് വളരെ അതിസുന്ദരിയായിട്ടുള്ള അലങ്കാരത്തിൽ വരും. അപ്പോൾ ഇതിപ്പോൾ ആയിട്ടില്ല. ഇന്ന് കാർത്തിക വിളക്കൊക്കെ ആകുമ്പോഴേക്കും വളരെ ശക്തിവത്തായ സൗന്ദര്യവതിയായ ആ രൂപത്തിൽ അമ്മ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് വരും. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഇങ്ങനത്തെ ഒരു രൂപമാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ അമ്മേനെ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മളങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറേ ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് തിരിഞ്ഞ് നിന്ന് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. എന്നിട്ട് ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അത് കഴിഞ്ഞ് അവിടുന്ന് നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ഭഗവാന്റെ ദാമോദര സ്വരൂപം ഒന്നുകൂടി കണ്ടു തൊഴാം, നമസ്കരിക്കാം. അത് കഴിഞ്ഞ് നേരെ കൂത്തമ്പലത്തിൽ വന്ന് അവിടെ നിന്ന് വിളക്കൊക്കെ കിടാവിളക്ക് കത്തുണ്ട്, അവിടെ നമസ്കരിച്ച് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്നിപ്പോൾ പാവുകൊണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അതിന് മുകളിൽ കറുത്ത മുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. മാലകൾ ധാരാളമുണ്ട്. കിരീടം വെച്ചിട്ടുണ്ട്. മുഖമൊക്കെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. നല്ല ആഭരണങ്ങൾ വെച്ചിട്ടുണ്ട് സ്വർണത്തിൻ്റെ. അപ്പോൾ എല്ലാവരും അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമഃ. അവിടെ ഒന്ന് പ്രദക്ഷിണമായി വന്ന് പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ടു തൊഴാം. അതേപോലെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ടു തൊഴുത് നമ്മളിങ്ങനെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കാണാം. പിന്നീട് അങ്ങനെ വന്ന് നാരായണാലയത്തിൽ പോയി പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചിങ്ങനെ വരുമ്പോൾ ഭഗവതി നടയിലും അതേപോലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാനെ ഒന്നുകൂടി നോക്കുക. ആ ഭഗവാന്റെ ശ്രീകോവിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ആ ദാമോദര സ്വരൂപത്തെ ഒന്നുകൂടി കാണാം. അങ്ങനെ കണ്ട് തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് തെക്കേ നടയിലെത്തി ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീ ദേവീനെയും മനസ്സുകൊണ്ട് ഇങ്ങനെ സ്മരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം.
അവരവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കട്ടെ. ഹരേ കൃഷ്ണ.